ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ വീടും നാടൊക്കെ ഒന്ന് മാറിയിക്കണേ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മളിന്ന് നമ്മളെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പം നമ്മളെ ആങ്ങളുടെ മോൻ്റെ നിമ്പുട്ടൻ്റെ സുന്നത്ത് കല്യാണമാണ്. അപ്പം നമ്മളെ നാട്ടിലെ സുന്നത്ത് കല്യാണമൊക്കെ എങ്ങനെയെന്ന് ഒന്നും നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ നിങ്ങൾ നല്ല രസകരമായ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കൊക്കെ ഇപ്പം നന്ന കുറവാണ്. നിങ്ങൾ ഒന്ന് സപ്പോർട്ടും സഹകരണം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ബിരിയാണി വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എപ്പോഴും ബിരിയാണിയാണ് വെക്കലെന്ന് പറയില്ല ഞങ്ങൾ. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 3 കിലോ ബിരിയാണി വെക്കാണ്ട്, പിന്നെ 2 കിലോ മന്തിയും വെക്കാണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ കുറച്ച് ഇടണുള്ളൂ. നിങ്ങളെ വെറുപ്പിക്കാൻ മാത്രം ഒന്നും ഇടണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി അരിയുമ്പോൾ ആർക്കെങ്കിലും കണ്ണെരിച്ചിലുണ്ടെങ്കിൽ 2 ഉള്ളിത്തോലെടുത്ത് 2 ചെവിയിലാണ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു കണ്ണെരിച്ചിലും ഉണ്ടാവില്ല, ഒരു കരച്ചിലും വരില്ല. അപ്പോൾ നമ്മൾ മന്തി വെക്കാനുള്ള ബീഫാണ് ഇട്ടത്. 1 കിലോ ബീഫുണ്ട്. 1 കിലോ ബീഫും 2 കിലോ അരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് കുക്കർക്ക് ഇട്ടുകാണ്ട് 2 തക്കാളി അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇടുന്നുണ്ട്. പിന്നെ 2 ക്യാപ്സിക്കം ഇടുന്നുണ്ട്. പിന്നെ കുരുമുളക്, പിന്നെന്താ, ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇടണില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടണില്ല. കുരുമുളക് ഇടുന്നുണ്ട്. കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പിന്നെ ചപ്പ് പുതിന. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ അതൊന്നാണ് വെന്തോട്ടെ. അപ്പോൾ അതിൻ്റെ വെള്ളം എടുത്തുകാണ്ട് നമുക്ക് ചോറാക്കി വെക്കാം. പിന്നെ ഈ പണിയുണ്ട് കേട്ടോ. നമ്മൾ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ചിക്കനോടൊക്കെ അല്ലേ അധികം വെക്കൽ. അപ്പം ബീഫോട് വെച്ചിട്ട് നല്ല രസമുണ്ട് ഇനി. അപ്പോൾ അതിൻ്റെ റെസിപ്പി അത് മാത്രമേ ഞാൻ ശരിക്കും ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇനി ഗ്യാസുമ്മ കണ്ട് പൊയ്ക്കോട്ടെ. അപ്പം ഇനി ഇതാ ലഗോൺ ചിക്കനാണ് കേട്ടോ നമ്മൾ പിന്നെ ബിരിയാണി വെക്കാനുള്ളത്. അപ്പോൾ 3 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ അതിക്ക് 3 കിലോ അരിയുണ്ട്. അപ്പോൾ ആ ചിക്കന് കുക്കറിലിട്ടുകാണ്ട് ഒന്ന് വേവിക്കട്ടാ. എപ്പോഴും ബിരിയാണി വെക്കാൻ എടുക്കുമ്പോൾ ലഗോൺ ചിക്കൻ എടുക്കാൻ നോക്കുക. അതിന് കുറച്ച് വില കൂടുതലാണ്, എന്നാലും ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവും മറ്റേ ചിക്കനെ കാട്ടി. അപ്പോൾ അത് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടുകാണ്ട് അതും ഒന്നാണ്ട് ഗ്യാസുമ്മക്ക് വെച്ച് ഇതാ നമ്മൾ ചിക്കന് പൊരിക്കാനുള്ളത് കേട്ടോ. അത് ഒരു 1.5 കിലോൻ്റെ മേലുണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിന് ഇഞ്ചി വെള്ളുള്ളി ഒക്കെ പിന്നെ എല്ലാവർക്കും അറിയേണ്ടതന്നെയാണ്. പിന്നെ കോൺഫ്ലവർ ഇടുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാല, പിന്നെ കുറച്ച് കളറും ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. അത് പിന്നെ പക്ഷേ ചുവപ്പ് കിട്ടണില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ആളിലൊക്കെ വരുന്നുണ്ടേ. അപ്പം ആൾക്കാർ മുന്നിൽ വെച്ച് കൊടുക്കുമ്പോൾ പിന്നെ ഒരു കാണാനൊക്കെ ഭംഗി വേണ്ടേ. അപ്പോൾ ഞാൻ 2 മുട്ടയ്ക്ക് പൊട്ടിച്ച് വാരുന്നുണ്ട് കേട്ടോ. 1 മുട്ട പൊട്ടിച്ച് വാരുന്നാൽ മതി. അപ്പോൾ ഇവിടെ അമ്മ പറഞ്ഞ് ഇവിടെ മുടയാനുള്ളൂ എന്ന് പറഞ്ഞിട്ടാ. എന്താ വെച്ചാൽ മാർക്ക് സുന്നത്ത് വെച്ചതല്ലേ, അപ്പം അതിന് കുറവൊന്നുമില്ല. അപ്പോൾ പിന്നെ ലേസം സുറുക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങ പീയണുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നന്നായി കുഴച്ചുകാണ്ട് അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിൽ കണ്ട് കൊണ്ടുപോയി വെക്കാം. പിന്നെ അഞ്ചത്തിയാളുണ്ട്. പിന്നെ 2 നാത്തൂമാരുണ്ട്. എല്ലാവരും ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഞാനാണ് മുന്നിലേക്ക് ഉണ്ടായാൽ പിന്നെ ഓലൊക്കെ എനിക്കുണ്ട് ഹെൽപ്പായി നിന്നോളൂ. അപ്പോൾ അത് നല്ലാണ്ട് തിരുമ്പി കുഴച്ച് കാണ്ടാണ് ഫ്രിഡ്ജിൽ കൊണ്ടുപോയേക്കുക. പിന്നെ നമുക്ക് ചോറിനുള്ള പരിപാടി തുടങ്ങാൻ വിചാരിച്ചങ്ങാണ്ടേ. ചിക്കന് കുറച്ചൊന്ന് വില കുറഞ്ഞും ചെയ്തിക്കണം. അപ്പോൾ നമ്മൾ ഒരടുപ്പത്ത് വെള്ളം വെച്ചിക്കണേ. ഒരടുപ്പത്ത് ചോറിനുള്ള പിന്നെ ചെമ്പട്ടി വെച്ചുകൊണ്ട് കത്തിക്കണ്ടാവും. ഞാൻ കുറച്ച് തന്നെ എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ 1 ലിറ്റർ പിന്നെ സൺഫ്ലവർ ഓയിലുണ്ട്. അപ്പോൾ അതിൽ ഉള്ളി കൊണ്ട് മൂപ്പിച്ച പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, നാത്തൂൻ്റെ പെരിന്ന് കുറച്ച് ആൾ വരുന്നുണ്ട് കേട്ടോ. അവളെ അമ്മി മൂത്തമ്മി ഇപ്പി മൂത്താപ്പി അങ്ങനെ കുറച്ച് ആൾ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടതാണ്. പിന്നെ സുന്നത്ത് വെച്ചതല്ലേ. അപ്പോൾ ആ ഒരു മോൻ തന്നെ ഉള്ളൂ ആങ്ങൾക്ക്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വന്നതാണ്. വന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടീനല്ലോ. അപ്പോൾ 1 മാസത്തിന് വന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ച പോവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരാളുകൂടി പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ പിന്നെ ഞാൻ പിന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോണ ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. അടുത്ത ആഴ്ചയിൽ തന്നെ പോവും. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാട്ടോ. അപ്പോൾ ഓരൊന്നും ഭക്ഷണം കഴിക്കാനൊന്നും ഇവിടെ നിന്നിട്ടില്ല. അപ്പോൾ വരാൻ പറഞ്ഞതാണ് അവരോട്. അപ്പോൾ ഒരു ഭക്ഷണം കൊടുക്കും ചെയ്യാമെന്ന് വിചാരിച്ചിക്കാണ്ട് ഞങ്ങൾ വന്നിട്ടൊരു പരിപാടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലേനെ. 1 മാസത്തിന് വന്നതാണ് കേട്ടോനെ.
അപ്പോൾ ഇതാ നമ്മൾ ചോറൊക്കെ ഇവിടെ അയക്കണേ. അപ്പോൾ നമ്മൾ ചോറ് ഊറ്റണ്ടാ. നാത്തൂനും അഞ്ചത്തിയൊക്കെ ഉണ്ട്, എല്ലാവരും കൂടിയാണ് കേട്ടോ ഊറ്റേണ്ടത്. ചോറൊക്കെ ഒരാൾ മുന്നിക്കണം ധൈര്യത്തിൽ നിന്നാൽ നമുക്ക് പിന്നെ ഏത് പരിപാടിക്കും നമുക്ക് തന്നെ ഉണ്ട് ചെയ്യട്ടാ. ഇപ്പോൾ ഈ കാറ്ററിങ്ങൊക്കെ ഏൽപ്പിക്കും, എത്ര ആക്കണ്ടെന്നാ പൈസക്കൊക്കെ ഒരുപാട് ആക്കണ്ട്. അപ്പം നമ്മൾ പിന്നെ ഒരു 3-4 ആൾ നമ്മൾ വീട്ടിൽ ഒരു പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴേ ഒരു 3-4 ആളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഒരാൾക്കൊരു കുറച്ച് ധൈര്യം ഉണ്ടായാൽ മതി. എന്നാൽ നമ്മളെ പരിപാടിക്ക് നല്ല ഉഷാറായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അയച്ചൊരു സാധനം കേടരെ ഒന്നും ചെയ്യൂല കേട്ടോ. ഇനിയൊക്കെ അങ്ങനെയൊക്കെ എല്ലാവരും ഒരു ധൈര്യത്തിൽ നിൽക്കണം, അപ്പോഴേയൊക്കെ ഇതായി കിട്ടുള്ളൂ. കാറ്ററിങ്ങർക്കൊക്കെ നല്ല ലാഭമല്ലേ. ഇതുകൊണ്ട് ചെമ്പട്ടിയുണ്ട് ദമ്മായി കൊണ്ടുവരുമ്പോൾ പിന്നെ നമ്മളൊന്നും അറിയണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മളുണ്ട് ഏൽപ്പിക്കേണ്ടത്. വെറുതെ പൈസ കൊടുക്കണ്ടല്ല, എല്ലാവർക്കും ഇപ്പോൾ അറിയണ്ടേനല്ലേ ബിരിയാണി വെക്കാനും ഒക്കെ വെക്കാനൊക്കെ ഉള്ള പരിപാടിയൊക്കെ അറിയണ്ടേനല്ലേ. അപ്പോൾ ഇതാ നമ്മൾ മന്തിക്കുള്ള വെള്ളം വെച്ചുകാണ്ട് അതിക്ക് പിന്നെ ഉള്ളി മൂപ്പിച്ചുകാണ്ടേ അതിക്ക് ഇട്ട് കൊടുക്കണ്ട. അപ്പം നമ്മൾ ബീഫിൻ്റെ വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ കൂടി വെള്ളം കൂടുതൽ വെച്ചുകാണ്ട് ആ വെള്ളം കൂട്ടിക്കാണ്ടാട്ടോ വെച്ചിട്ടുണ്ടത്. അപ്പോൾ നമ്മൾ ബീഫ് അതിൽ ഊറ്റിയെടുത്തുകാണ്ട് അതിൽ മന്തി മസാല ഒക്കെ വെച്ചുകാണ്ട് അത് ഔത്ത് വെച്ചുകാണ്ട് പൊരിക്കുന്നുണ്ട് കേട്ടോ. അത് പൊരിച്ചുകാണ്ട് ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതിന്. അപ്പോൾ അതാ നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മയിക്കണേ. അപ്പോൾ അതിക്കുള്ള ഉള്ളിയും ഇതൊക്കെ കണ്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നെയ്യൊക്കെ ഞാൻ അതിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ബിരിയാണിയാണ്. അപ്പോൾ ഇതാ നമ്മൾ നാത്തൂന് ഇതവിടെ ചിക്കൻ പൊരിക്കുന്നുണ്ട് കേട്ടോ. ഔത്ത് ഒന്നുമേ ചിക്കനും പൊരിക്കുന്നുണ്ട്, ഒന്നുമേൽ ഇതാ ബീഫ് മന്തി മസാല ഇട്ടുകാണ്ട് നല്ലതായിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. ഈ സൺഫ്ലവർ ഓയിലായി തന്നെ ഉണ്ടാവും, അത് മറ്റേ ചട്ടിയിൽ വെച്ചുകാണ്ട് അതും പൊരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് മന്തിക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മന്തി നല്ല ടേസ്റ്റ് ഉണ്ട് അതിന്. ഞാൻ മസാല കുഴക്കേണ്ടതൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല, ക്യാമറ ഇങ്ങനെ പിടിച്ചു തരാനൊന്നും ആളില്ലേറ്റേ. അപ്പോൾ ആ ബീഫാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ ആ ബീഫ് ആ ചോറ് നല്ല വെന്തിന് ശേഷം ഇതിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങോട്ട് നമുക്കാണ്ട് പുക ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കനോട് വെക്കണതിനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. 2 കിലോ അരിക്ക് 2 കിലോ പോസ്റ്റ്മാൻ അരിയാണ്. കുറേ നേരം വെള്ളത്തിലിട്ട് ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കിട്ടുക. അത് നല്ല വെള്ളത്തിൽ കിടക്കണം, അപ്പോഴേ നല്ല വേവുള്ളൂ. അതിക്ക് 1 കിലോ ബീഫാണ് ഇട്ടത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചോറേനിത്. ബിരിയാണി നന്നായി ഇട്ടാ. ബിരിയാണിയും ലഗോങ് കോയിൻ്റെ ബിരിയാണി ആയാൽ നല്ല ടേസ്റ്റാണ്. നല്ല എത്രയും നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഉണ്ട് റെഡി ആക്കണേ. ഞാനൊരു 10 മണിയൊക്കെ ഉണ്ട് അവിടെ എത്തിയപ്പോൾ. എൻ്റെ പെരീത്തെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ രസമാണ്. അപ്പോൾ നമ്മളെ നിബൂട്ടന് കുളിയൊക്കെ കഴിഞ്ഞാണ്ട് ഡ്രസ്സ് ചെയ്യാണ് കേട്ടോ. ഒരു കൊണ്ടുവന്നാണ് ഡ്രസ്സൊക്കെ. അപ്പോൾ ആള് ചെറിയ ആളാണ് കേട്ടോ. അതിനത്ര ഉള്ളേനു. അംഗൻവാടി പോയാൽ തന്നെ അവിടെ കുത്തിറക്കില്ല, ഇങ്ങോട്ട് തന്നെ പാഞ്ഞു പോരുന്നതാണ്. ഭയങ്കര പൊട്ടിത്തെറുപ്പുവാണേ. ഇത് 2 ആങ്ങളാരെ മക്കളാണ് കേട്ടോ. ശരിക്കണ്ട് പാൻറ് ഇടാനൊന്നും അയറ്റില്ല. പിന്നെ പോകാനൊക്കെ പോകാനിരിക്കണം, ഞങ്ങൾക്ക് പോകാനിരിക്കണം. പോകാൻ പറയാം പോകണ അടുക്കാവുമ്പോൾ പിന്നെ അതിലൊന്നും ഒരു സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ പോണീൻ്റെ കുറച്ച് ദിവസം മുമ്പ് ആയിക്കോട്ടെ എന്ന് അറിയാണ്ട് അങ്ങനെ ആക്കിയതാണ്. എന്തായാലും ഒന്നിട്ടാ മതി, ഒന്നിട്ടാ മതി അങ്ങനെ. എന്താണ് എടുക്കേണ്ടി? കൊണ്ട എന്താണ് ഞെരുമ്പുണ്ട? അവിടുന്ന് വന്നാവലാണ് ഇട്ടത്. എൻ്റെ വല്യമ്മയും മുത്തമ്മയും ഒക്കെയാണ് കേട്ടാ. മുത്തമ്മയും പിന്നെ ഉമ്മാൻ്റെ മുത്തമ്മയും ഒക്കെ ഉണ്ട്, ആങ്ങളുണ്ട്. കുറച്ചാളിലൊക്കെ ഒരു വന്നിക്കണേ. പിന്നെ ഫാൻറ്റ് ഇടാൻ ശരിക്കും ഉണ്ടാവായിട്ടേ പിന്നെ ഫാൻറ്റൊക്കെ മാറ്റി പിന്നെ തുണി തന്നെ ആക്കിയതാണ്. മുട്ടായി എടുക്കണോലോടൊക്കെ പറയുന്നുണ്ട് ഒന്നെടുത്താൽ മതി എന്നാണ്. ഓനക്ക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നെടുത്താൽ മതി. അപ്പോൾ പിന്നെ ചോറൊക്കെ വിളമ്പി, ഒരിക്കലും ചോറൊക്കെ വിളമ്പിക്കിട്ടാ. മന്തി ഇതാ, ബിരിയാണി ഇതാ, ചിക്കൻ പൊരിച്ചത്
അപ്പോൾ പരിപാടിയൊക്കെ ഉഷാറിന്. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിന് കേട്ടാ. പിന്നെ പുഡിങ് അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ടാക്കി. പിന്നെ സമയം ഇല്ലേ, എല്ലാവരും അവിടുന്ന് ഇവിടുന്ന് എത്തിയതല്ലേ, എത്തിങ്ങാണ്ടുള്ള പരിപാടിയാകുമ്പോൾ തന്നെ ഉണ്ട് പണി ആണ് ഇക്കാരം. നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള പണിയില്ല. അപ്പം നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെമ്പട്ടി മോറലൊക്കെ ആണ് കേട്ടാ. അപ്പോൾ പിന്നെ വീട്ടിൽ എല്ലാവരും പോകണോലാണേ. അപ്പോൾ ഞങ്ങൾ തന്നെ ഒക്കെ പണിയൊക്കെ കഴിച്ചിങ്ങാണ്ട് പോകും. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുങ്ങാണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് അമർത്താൻ ആരും മറക്കരുത്, മടിച്ച് നിൽക്കരുത്. പിന്നെ ഷെയർ ചെയ്യണം നിങ്ങളെ കുടുംബത്തുക്കും ഒക്കെ ഉള്ള ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും കൂടി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.